വിഷുസദ്യ നേരത്തെ ശ്രീധരൻപിള്ള സാർ പറഞ്ഞ പോലെ പലയിടങ്ങളിലും പല രീതിയിലാണ്. മലബാറിൽ ഓണത്തിന് സമാനമായി നോൺ വെജ് വിഭവങ്ങളും വിഷുസദ്യയിൽ ഇടം പിടിക്കാറുണ്ട്. മലപ്പുറം ചെട്ടിപ്പടിയിലെ ഒരു വീട്ടിൽ നിന്നും നിഖിൽ പ്രമേശായിരുന്നു. നിഖിൽ, ഇപ്പോൾ നിഖിലിൻ്റെ അമ്മ ഓഫീസിലേക്ക് അടക്കം ഉണ്ടാക്കി കൊടുത്തുകൊടുക്കുന്ന കല്ലുമക്ക ഫ്രൈ ഒക്കെ ഓഫീസിലൊക്കെ വൻ ഹിറ്റാണല്ലോ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ അതടക്കമുള്ള വിഭവങ്ങൾ ചേർത്താണ് ആ മേഖലയിലെ സദ്യ അല്ലേ? തീർച്ചയായിട്ടും അഷ്മി, മലപ്പുറത്ത് കഴിഞ്ഞവിടെ വന്നപ്പോ ഒരു കല്യാണ വീട്ടിൽ നിന്ന് നല്ല മട്ടൻ ബിരിയാണി കഴിച്ചത് ഓർമ്മയില്ലേ? അപ്പൊ ഇവിടുത്തെ ആഘോഷങ്ങൾക്കും സദ്യ എന്ന് പറഞ്ഞാലും ആ സദ്യയിലും ഒരു വെറൈറ്റി ഉണ്ടാവും. ഇപ്പോൾ ഞാനുള്ള ചെട്ടിപ്പടിയിലാണ് ഞാനുള്ളത്, എൻ്റെ ബന്ധു വീട്ടിൽ തന്നെയാണ്. ഇവിടെ ബിരിയാണിയാണ് ഇന്ന് വിളമ്പുന്നത്. അത് സദ്യ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ആളുകൾക്ക് ഇഷ്ടമാണ്. എന്നാൽ നോൺ വെജ് വിഭവങ്ങൾ അതിനൊപ്പം വേണം, എന്നാൽ മാത്രമേ തൃപ്തിയാവും. നമുക്കിപ്പോൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കാണാൻ കഴിയും. മീനുണ്ട്, ചിക്കനുണ്ട്, ഇനിയിപ്പോൾ ബിരിയാണിയാണ് ഇന്ന് ഇവിടെ സദ്യക്ക് പകരം നൽകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒരുപക്ഷെ തെക്കൻ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഇതൊരു കൗതുകമായിട്ട് തോന്നും. ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളാണ്, കസിൻസ് ആണ്. എങ്ങനെയുണ്ട് നോൺ വെജ് സദ്യ? എന്നെ നിർബന്ധമല്ലേ? അതെ, നിർബന്ധമാണ്. നീ തൃശ്ശൂരല്ലേ? അതെ അതെ, തൃശ്ശൂരാണ്. അവിടെ എങ്ങനെയാ? അവിടെ വെറും സദ്യ മാത്രമേ ഉള്ളൂ. ഇവിടെ അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇത്രയും ധാര ഉണ്ടാക്കിയത് എന്റെ വല്യച്ഛനുണ്ട് ഇവിടെ. അദ്ദേഹം അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയും. നമ്മള് വിഷുവിനും ഓണത്തിനൊക്കെ ഇത് തന്നെയാണ് നോൺ വെജ് മസ്റ്റാണ്. അതിപ്പോൾ ഈ അടുത്ത അങ്ങനെ ആയി മാറിയതാണ്. മുൻപൊക്കെ വിഷു എന്ന് പറഞ്ഞാൽ പുന്നല്ല് കൊണ്ട് പുതിയ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം, അതായിരുന്നു മുമ്പത്തെ ഐതിഹ്യം. മാത്രമല്ല, നമുക്ക് എന്തെല്ലാം ഈ ഭൂമിയിൽ നിന്ന് കിട്ടുമോ അതൊക്കെ കണി വയ്ക്കുന്ന പാത്രത്തിൽ വെച്ചുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ കണി കണ്ടിരുന്നത്. അത് ഒരു പുതുയുഗ പ്രവൃത്തിയായിട്ട് കണക്കാക്കുക ചെയ്യുക. അപ്പം എല്ലാ നല്ല ഫലങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ, അതിനൊക്കെ ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, ഇതൊക്കെയായിരുന്നു അന്നത്തെ സങ്കല്പം. എന്നാൽ ഇന്ന് വെറും പച്ചക്കറി കൊണ്ട് മാത്രം ആരും തൃപ്തരല്ല. നമ്മുടെ ഭക്ഷണ രീതിയെല്ലാം മാറി. അപ്പോൾ അതിനനുസരിച്ച് പുതിയ പുതിയ വിഭവങ്ങളും എന്തായാലും ഭക്ഷണരീതിയൊക്കെ മാറിയെങ്കിലും നേരത്തെ ചേട്ടൻ പറഞ്ഞ ആ പ്രാർത്ഥന, ആ അനുഗ്രഹം അതെല്ലാ കാലത്തും പ്രസക്തമായി. എല്ലാവർക്കും നന്മ വരണേ എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അതെല്ലാ കാലത്തും പ്രസക്തമാണ്. ഭക്ഷണം എങ്ങനെ മാറിയാലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.